നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഷെയർ ഉണ്ടല്ലേ? ഷെയർ ഉണ്ട്. വാജ്പേയിനെ പോയി കണ്ടു, പുള്ളി ഇത് വായിച്ചു. അപ്പം തന്നെ വിത്തിൻ സെക്കൻഡ്സ് സാധനം ഒപ്പിട്ട് ഡിക്ലെയർ ചെയ്തു. അന്ന് ചീഫ് സെക്രട്ടറി ഞങ്ങൾക്ക് വലിയ അഭിനന്ദനമൊക്കെ തന്നിട്ടാണ്. നമ്മളും ഇത്രയും കാരണം ഇവർ ഗവൺമെൻറ് കുറേ പ്രാവശ്യം ഡൽഹിയിൽ പോയി നടന്നിട്ട് നടക്കാണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണല്ലോ കിട്ടുന്നത്. എയർപോർട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, തെറ്റായ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതപ്പം തന്നെ ബോർഡിനെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഇതിൻ്റെ എയർപോർട്ട് മൊത്തം ഗ്രാവിറ്റിയിൽ വ്യത്യാസം വന്നു. 40% പ്രോഫിറ്റ് കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ട് എയർപോർട്ട് വളരുക എന്ന് പറയുമ്പോൾ ഇത്രയും കേട്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു നല്ലൊരു ബിസിനസ്മാൻ ആണ് എന്റെ മുന്നിലിരിക്കുന്നത്. ഇപ്പൊ കൂടെ പഠിച്ചവരിൽ തന്നെ എത്രയും വളരെ ചുരുങ്ങിയൊരു ശതമാനം ആൾക്കാരെ ബിസിനസ്സുകാരായിട്ടുണ്ടാവുള്ളൂ അല്ലെ? ഇപ്പൊ എന്തുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് വരാൻ ആളുകൾ മടിക്കുന്നത്? ഇന്നും ഒന്ന്, ലൈസൻസിങ് സംവിധാനത്തിൽ ഉള്ള പ്രശ്നങ്ങൾ അത് ഇന്നില്ല, അന്നുണ്ടായിരുന്നു. രണ്ട്, ഇത് പ്രോഫിറ്റബിൾ നമ്മൾ പ്രൊജക്റ്റിൽ കാണുന്ന ലാഭമല്ല ശരിക്കും റെക്കോർഡിക്കലായിട്ട് വരിക. അങ്ങനെ പ്രശ്നം വന്നാൽ എങ്ങനെയാണ് ഗവൺമെൻറ്റിന് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രശ്നം. കാരണം എന്നിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ വാസനയുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കും. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞില്ല. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഷെയർ ഉണ്ടല്ലേ? ഷെയർ ഉണ്ട്. എങ്ങനെയാണ് ആ ഒരു ഷെയർ ഹോൾഡറായിട്ട് മാറുന്നത്? അത് ഷെയർ ഹോൾഡറായിട്ട് മാറുന്നത് അത് ഒരു 94 കാലഘട്ടത്തിൽ ഈ എയർപോർട്ട് തുടങ്ങുന്ന സമയത്ത് എല്ലാ ആളുകളെയും, പ്രത്യേകിച്ച് ഇതിൻ്റെ ചുറ്റുപാടുള്ള ആളുകളെയാണ് കൂടുതലും ഇതിൻ്റെ അത് ഷെയർ എടുപ്പിക്കാനായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വന്നത്. എല്ലാവരോടും ചെറുതായിട്ട് അവരുടെ കഴിയുന്ന രീതിയിൽ 10,000, 20,000 രൂപയൊക്കെ വെച്ചിട്ട് ഓരോരുത്തരും ഷെയർ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് എല്ലാവരും ലോക്കൽ ആളുകൾ ഒരുപാട് പേര് ഷെയർ എടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഏകദേശം 21,000-ഓളം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് ഇപ്പോൾ എയർപോർട്ടിൽ. അപ്പം അതിൽ ആദ്യത്തിൽ ഇപ്പം ഇന്ന് വലിയ ഷെയർ എടുത്തിരിക്കുന്ന ആളുകൾ അന്ന് ഇത്രയും വലിയ ഷെയർ എടുത്തിട്ടില്ല. അന്ന് അവർ 1 കോടി 1.5 കോടി രൂപ, മാക്സിമം 3 കോടി രൂപയുടെ ഷെയറൊക്കെ എടുത്തിട്ടുള്ളൂ. ഇന്നിപ്പോൾ അവർ വലിയ ഷെയറുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഷെയർ എടുത്തിട്ട് ഇതൊരു ജനകീയ എയർപോർട്ടാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് ഗവൺമെൻറ് അത് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുമ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് മുന്നോട്ട് പറഞ്ഞിരുന്നു. ഷെയർ ഹോൾഡേഴ്സിന് അവിടെ പ്രവേശിക്കുമ്പോൾ പാസ് വേണ്ട, ഷെയർ ഹോൾഡേഴ്സിന് പ്രത്യേകം സംവിധാനങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഡോണർ കാർഡ് കൊടുക്കുന്ന സംവിധാനമുണ്ട്. അപ്പോൾ കുറേ ആളുകൾ പൈസ, അപ്പോൾ ഞങ്ങളൊക്കെ കുറേ പൈസ ഡൊണേറ്റ് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ ആ ഡൊണേറ്റ് ചെയ്ത ആളുകൾക്ക് ഡോണർ കാർഡ് കിട്ടുമായിരുന്നു. അപ്പോൾ ഡോണർ കാർഡ് കിട്ടുന്നവർക്ക് ഡൊണേഷൻ ലോഞ്ച് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ പോയി ഇരുന്ന് പോകാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ തരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ഇന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് ഇങ്ങനെ എല്ലാവരുടെ പൈസയൊക്കെ വാങ്ങിച്ച് വലിയൊരു എയർപോർട്ടൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ എയർപോർട്ട് ഇത്രയും വലിയൊരു സംവിധാനത്തിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. എയർപോർട്ട് ഇപ്പോൾ സാധാരണ ഗവൺമെൻറ് തലത്തിലുണ്ടാവുന്ന ഒരു സംവിധാനത്തിൻ്റെ വളർച്ച ഏകദേശം നമുക്ക് ഊഹിക്കാമല്ലോ. പക്ഷെ അത് വലിയൊരു വളർച്ചയിലേക്ക് കാര്യങ്ങൾ വന്നു. കാരണം എയർപോർട്ട് വലിയൊരു കൺസെപ്റ്റ്, നല്ലൊരു കൺസെപ്റ്റാണെന്ന് മനസ്സിലായി. അത് ജനകീയമായ ഒരു അടിത്തറ വന്നു. ജനങ്ങളുടെ പൈസ കൊണ്ട് ഒരു വലിയൊരു എയർപോർട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ സർക്കാരിന് 51% ഷെയർ തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നീട് അതിപ്പോൾ കുറച്ചു 26% ആക്കി. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ വന്നു. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ തീർന്നു. ഇതിനൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടാക്കി മാറ്റാനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ അപേക്ഷ വെക്കുന്ന സമയം. അപ്പോൾ ഒരു 98, 99, 2000 ആ 3 വർഷക്കാലത്തിൽ ഇവർ ഇത് എയർപോർട്ടിനെ ഇൻ്റർനാഷണൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അന്ന് BJPയിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിലേക്ക് ഉണ്ടായിരുന്ന ആളാണ്. പ്രധാനമന്ത്രി കുമരകത്ത് വരുന്ന സന്ദർഭം വാജ്പേയി ആയിരുന്നു. വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം BJP ഗവൺമെൻറ്റാണ്. അപ്പോൾ അന്ന് കുമരകത്ത് വന്നു കഴിഞ്ഞപ്പോൾ കുമരകത്ത് 3 ദിവസം അദ്ദേഹം താമസിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനുള്ള ഒരു പെർമിഷൻ വാങ്ങിച്ചു ഞാൻ. അങ്ങനെ ഞാനും അന്ന് സംഘടനയുടെ പ്രസിഡൻ്റായിരുന്നു ജോസ് മാളിയേക്കലുണ്ട്, പിന്നെ ഒരു അഡ്വക്കേറ്റ് തോമസ് എബ്രഹാം, ഞങ്ങൾ 3 പേരും കൂടി വാജ്പേയിനെ പോയി കണ്ടു. പുള്ളി ഇത് വായിച്ചു. അപ്പം തന്നെ വിത്തിൻ സെക്കൻഡ്സ് സാധനം ഒപ്പിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പം അന്നൊരു കുമരകം പാക്കേജ് ഇറക്കിയായിരുന്നു. അതിൽ 7-8 കാര്യങ്ങളാണ് ആ പാക്കേജിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രൈം മിനിസ്റ്റർ ഇറക്കിയത്. അതിൽ 3-ാമത്തെ കാര്യം നെടുമ്പാശ്ശേരി എയർപോർട്ടിന് ഇൻ്റർനാഷണലാക്കി പ്രഖ്യാപിച്ചു. 3-4 ഇതാണെന്ന് തോന്നുന്നു, ഇൻ്റർനാഷണൽ പ്രഖ്യാപിച്ചു. അപ്പോൾ അന്ന് ചീഫ് സെക്രട്ടറി ഞങ്ങൾക്ക് വലിയ അഭിനന്ദനമൊക്കെ തന്നിട്ടാണ്. നമ്മളും ഇത്രയും, കാരണം ഇവർ ഗവൺമെൻറ് കുറേ പ്രാവശ്യം ഡൽഹിയിൽ പോയി നടന്നിട്ട് നടക്കാണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണല്ലോ ഇത് കിട്ടുന്നത്. അപ്പോൾ അത്രയും എളുപ്പത്തിന് കിട്ടിയപ്പോൾ അദ്ദേഹം അത്ര ഇത് അങ്ങനെ
ഇൻ്റർനാഷണലായിട്ട് പ്രഖ്യാപിച്ചു. ഞങ്ങളങ്ങനെ അപ്പോൾ ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഇപ്പം ഞങ്ങൾക്ക് അതിൽ നിന്ന് വലിയ മെച്ചം കിട്ടാനുള്ള പരിപാടികളൊന്നും ഞങ്ങൾക്കില്ല. അപ്പം എയർപോർട്ട് നന്നായിട്ട് പോകണം, ഷെയർ ഹോൾഡേഴ്സിൻ്റെ സുരക്ഷിതത്വം ഒരു വീഴ്ച വരാതെ എയർപോർട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഈ സംഘടനയുടെ ഉദ്ദേശമുള്ളൂ. അപ്പോൾ എയർപോർട്ടിന് വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ നിലകൊണ്ടിട്ടുള്ളൂ. അപ്പോൾ എയർപോർട്ടിൻ്റെ കാര്യങ്ങൾക്കാണ് മുന്നോട്ട് പോകുന്നത്. എയർപോർട്ട് നല്ല ലാഭത്തിൽ പോകുന്നു. എയർപോർട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, തെറ്റായ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതപ്പം തന്നെ ബോർഡിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് നടപടി എടുപ്പിക്കും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ല രീതിയിൽ കാര്യങ്ങൾ വന്നു. ഈ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ഗ്രോത്തും ഒക്കെ എല്ലാം അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് ഇപ്പോൾ ഇതിൻ്റെ എയർപോർട്ട് മൊത്തം ഗ്രാവിറ്റിയിൽ വ്യത്യാസം വന്നു. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സെക്ടറിലല്ല, എയർപോർട്ട് മൊത്തത്തിൽ ഒരു വലിയ പ്രോഫിറ്റബിൾ ബിസിനസ്സായി. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് 40% പ്രോഫിറ്റ് കൊടുക്കുന്നൊരു കമ്പനിയായിട്ട് എയർപോർട്ട് വളരുക എന്ന് പറയുമ്പോൾ അത് ചെറുതല്ല. അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് 40%, 35%, 25%, 20% ഒക്കെ ഷെയറിൻ്റെ ലാഭവിഹിതം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതുവരെയുള്ള ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് അവർ മുടക്കിയ പൈസ മുഴുവൻ അവർക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഒരു കമ്പനി വരിക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതിന് അതാത് കാലഘട്ടങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ എയർപോർട്ടിൻ്റെ MD അയക്കുന്ന സുഹാസ് വളരെ നല്ല രീതിയിൽ അതിൻ്റെ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ട് എപ്പോഴും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് വയ്ക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പുതിയ സംവിധാനം, ഇപ്പോൾ പാസഞ്ചേഴ്സ് അല്ലെങ്കിൽ കൂടി വന്നാൽ താമസിക്കാനും അവർക്ക് ചെറിയ കോൺഫറൻസ് നടത്താനും അവിടെ ഹോട്ടലടക്കമുള്ള സംവിധാനങ്ങളൊക്കെ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പാസഞ്ചർ ആവണമെന്നില്ല, അല്ലാത്തവർക്ക് പോലും പോയി താമസിക്കാവുന്ന രീതിയിൽ വളരെ നല്ല പ്രൊമോഷനുണ്ട്. നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എയർപോർട്ട് വളരെ നല്ല രീതിയിൽ പോകുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് സോളാർ പ്രോജക്റ്റായിട്ട് വരുന്നു. അപ്പോൾ മുഴുവൻ ലോകത്തിൽ തന്നെ നമ്പർ 1 സോളാർ പ്രോജക്റ്റുള്ള എയർപോർട്ടായിട്ട് മാറുന്നു. പിന്നെ റൺവേ മാറുന്നു, റൺവേയുടെ വീതി കൂട്ടുന്നു. പിന്നെ അതിൻ്റെ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു. പുതിയ രാജ്യങ്ങളിൽ പുതിയ ഫ്ലൈറ്റുകൾ വരുന്നു. അങ്ങനെ എല്ലാ തലത്തിലും എയർപോർട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഇനി അടുത്ത ഒരു 3-4 വർഷം കൊണ്ട് ഏകദേശം ഒരു ബോംബെ ഡൽഹി എയർപോർട്ട് പോലെ വളരാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു എയർപോർട്ടാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട്. അതിനാവശ്യമായ സ്ഥല സൗകര്യങ്ങൾ ആൾറെഡി ഇപ്പോൾ എയർപോർട്ടിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു അക്വയറിന് പുതിയതായിട്ട് ലാൻഡ് അക്വിസിഷൻ്റെ നടപടികളിലേക്കൊന്നും ഗവൺമെൻറ് പോകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ആ ഭൂമി വെച്ചിട്ട് തന്നെ അത് നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇത്രയും കേട്ടതെന്ന് എനിക്ക് മനസ്സിലായി, ഒരു നല്ലൊരു ബിസിനസ്മാൻ ആണ് എന്റെ മുന്നിലിരിക്കുന്നത്. അപ്പൊ ഇതില് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, പണ്ട് ചെറുപ്പം തൊട്ടേ ബിസിനസ്സിൽ ജനിച്ചപ്പോ തൊട്ടേ ബിസിനസ് കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പൊ കൂടെ പഠിച്ചവരിൽ തന്നെ എത്രയും വളരെ ചുരുങ്ങിയ ഒരു ശതമാനം ആൾക്കാരെ ബിസിനസ്സുകാരായിട്ടുണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് വരാൻ ആളുകൾ മടിക്കുന്നത്? ഇന്നും ഇപ്പം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും കുറെ റിസ്ക്കും ഇതൊക്കെ വിചാരിച്ച ആൾക്കാരൊന്നും മടിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു? അല്ല, അതിൽ മടിക്കാനുള്ള പല കാരണങ്ങളുണ്ട്. അത് ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പഴയ കാലത്ത് നമ്മളൊരു ലൈസൻസ് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് കാര്യം. ഇപ്പം ഞാൻ ഈ കയർ ഫാക്ടറിയുടെ ലൈസൻസ് എടുക്കുമ്പോൾ സത്യത്തിൽ ഈ കയർ നിരോധിച്ച സമയമാണ്. കയർ അതായത് തൊണ്ട് കൊണ്ടുവരാൻ നിയന്ത്രണമുള്ള കാലഘട്ടമാണ്. എന്നിട്ട് അപ്പം ഇത് തുടങ്ങാൻ തന്നെ കാരണം ഞാനും എൻ്റെ സുഹൃത്തും കൂടിയും ആലുവയിൽ ഒരു ഹോട്ടലിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ലോറിയിൽ തൊണ്ട്, അതായത് ഹസ്ക്, തേങ്ങയുടെ പൊതുമുടലുണ്ടല്ലോ, അതിന് അതിങ്ങനെ നിരന്തരം ആലപ്പുഴ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെന്തിനാന്ന് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തപ്പോഴാണ് ഇതവിടെ കൊണ്ടുപോയിട്ട് ചെളിയിലിട്ട് ഉപ്പുവെള്ളം കയറ്റി ഒരു 3-4 മാസം കഴിഞ്ഞെടുത്ത് തല്ലി ചകിരിയാക്കാനാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു ഡീഫൈബറിങ് യൂണിറ്റ് ചെയ്താൽ എന്താ എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അപ്പോൾ അത് ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്, കേരളത്തിലില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് തുടങ്ങണം എന്നൊരാഗ്രഹം. അപ്പം അങ്ങനെ തുടങ്ങണം. അപ്പം അന്ന് കയർ മിനിസ്റ്റർ പത്മരാജനാണ് കയർ മിനിസ്റ്റർ. അപ്പോൾ അന്ന് കയർ മിനിസ്റ്ററെ കാണുന്നതിനായിട്ട് പോയിരുന്നു. കയർ മിനിസ്റ്ററെ കണ്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലൈസൻസിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുക്കണം. അപ്പോൾ അന്ന് കയർ ഡിപ്പാർട്ട്മെൻറ്റിലെ കയറിൻ്റെ MD പറഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അത് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ സാങ്ഷനായിട്ട് വേണം, കാരണം അതിപ്പോൾ അത് അനുവദിക്കുന്നില്ല. അതായത് പരിശ്രമിക്കാം, കാരണം അതൊരു വാശിയാണ്. നമുക്കൊരു കിട്ടാത്ത സാധനം നേടുക എന്നുള്ളൊരു വാശിയാണല്ലോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു.
അങ്ങനെ തിരുവനന്തപുരത്ത് നിരന്തരം യാത്ര ചെയ്യേണ്ടി ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്യേണ്ടി വന്നു. ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തു. അന്ന് യാത്ര ചെയ്ത് അങ്ങനെ മിനിസ്റ്ററെ കണ്ടു. അങ്ങനെ ലാസ്റ്റ് മിനിസ്ട്രിയിൽ തീരുമാനം എടുക്കുകയാണ്, ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ലൈസൻസ് കൈ കിട്ടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് എങ്ങും ഇല്ലാത്തൊരു സാധനം നമുക്ക് കിട്ടുകയാണല്ലോ, അനുവദിച്ച് കിട്ടുകയാണ്. അങ്ങനെ ആ ലൈസൻസ് കിട്ടി. പിന്നെ അതിൻ്റെ മറ്റ് പ്രാഥമിക നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട്. പക്ഷേ ഇതിൽ ആളുകൾക്ക് തുടങ്ങാൻ മടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലൈസൻസിങ് സംവിധാനത്തിൽ ഉള്ള പ്രശ്നങ്ങൾ അത് ഇന്നില്ല, അന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ലൈസൻസിങ് സംവിധാനമൊക്കെ വളരെ എളുപ്പമാക്കി പുതിയ സംവിധാനങ്ങളൊക്കെ വന്നു. രണ്ട്, ഇത് പ്രോഫിറ്റബിൾ, നമ്മൾ പ്രൊജക്റ്റിൽ കാണുന്ന ലാഭമല്ല ശരിക്കും റെക്കോർഡിക്കലായിട്ട് വരിക. നമ്മളിപ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭവീതം വെച്ചാണെങ്കിൽ ഏത് ബിസിനസ്സും ഭയങ്കര ലാഭകരമായിട്ട് പോകും. പക്ഷേ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ഇതിൽ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ കയറി വരും. പിന്നെ ഈ പ്രോജക്റ്റ് കൃത്യമായിട്ട് മുന്നോട്ട് പോകാത്ത നിലവധി പ്രശ്നങ്ങൾ വരും. എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രശ്നം വരുമെന്ന് ഈ പ്രോജക്റ്റ് പോകുമ്പോഴേ അറിയുള്ളൂ. മനസ്സിലായില്ല, ഒരു കാറ് ഹൈവേ കൂടി 100 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ എന്ത് അപകടം വരുമെന്ന് അപ്പോൾ കാറിൽ ഓടിക്കുന്ന ആൾക്കറിയില്ല. അതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അങ്ങനെ പ്രശ്നം വന്നാൽ എങ്ങനെയാണ് ഗവൺമെന്റിന് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രശ്നം. അത് കൃത്യമായിട്ട് ഗവൺമെന്റ് പ്രൊട്ടക്റ്റ് ചെയ്താൽ ഈ വിഷയങ്ങളൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ആളുകൾ കൂടുതൽ വ്യവസായത്തിലേക്ക് വരും. ഇപ്പം കൃഷി മേഖലയിൽ കൃഷി ചെയ്യുന്നവൻ്റെ വിള നശിച്ചാൽ ഗവൺമെന്റ് സംരക്ഷണം കൊടുക്കുന്നത് പോലെ ഒരു വ്യവസായിക്ക് അവൻ്റേതല്ലാത്ത കുഴപ്പം കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് ഗവൺമെന്റ് പരിഹാരം കാണാൻ ശ്രമിച്ചാൽ ഇന്നത്തേക്കാൾ ഡബിളായിട്ട് വ്യവസായങ്ങൾ വരും. അപ്പം നമുക്കിപ്പോൾ ഒരു പുതിയതായിട്ട് ആളുകൾ വരുമ്പോൾ പിന്നെ പലർക്കും ലാഭം അമിതമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും അങ്ങനെ ആഗ്രഹിക്കാത്ത ആളാണ്. എനിക്കങ്ങനെ ബിസിനസ് ഭംഗിയായിട്ട് പോകണമെന്നല്ലാതെ ഒരുപാട് ലാഭം ഉണ്ടാക്കണമെന്ന്, ഒരുപാട് പൈസ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമൊന്നും പൊതുവെ എനിക്കില്ല. അപ്പം അതുകൊണ്ട് എനിക്കതിലൊരു പേടിയില്ല. എനിക്കങ്ങനെ ഒരുപാട് കിട്ടിയില്ലെങ്കിൽ അത് നഷ്ടമായി പോയി അങ്ങനെ തോന്നലുണ്ട്. പൈസകൾ ഒരുപാട് വന്നിട്ടുണ്ട്, ഒരുപാട് പൈസ പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പൈസ പോയതുകൊണ്ട് എനിക്ക് ദുഃഖം വന്നിട്ടില്ല, പൈസ കിട്ടിയതുകൊണ്ട് സന്തോഷം വന്നിട്ടില്ല. അപ്പം എനിക്കങ്ങനെ വലിയ ആർത്തി ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കങ്ങനെ അമിതമായിട്ട് പൈസ ഉണ്ടാക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല, പൈസേനോട്. കാരണം നമ്മൾ അങ്ങനെ ഒരു പൈസക്ക് അമിതമായ പ്രാധാന്യം ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം ഇപ്പോൾ പലപ്പോഴും ഇവിടെ ഈ കൺവെൻഷൻ സെൻറ്ററിൽ പോലും നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം എത്രയോ ലക്ഷം രൂപ പിന്നീട് ഇതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ ചിലവാക്കുന്നു. അപ്പോൾ എന്നോട് ചോദിക്കും, ഇപ്പോൾ റേറ്റ് കൂട്ടിയത് പലരും ചോദിക്കും. അപ്പോൾ ഞാൻ റേറ്റൊന്നും കൂട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വന്നു, അവരെന്തെങ്കിലും അഡീഷണലായിട്ട് അതുകൂടി ഉണ്ടായാൽ നന്നായിരിക്കും എന്നൊരാൾ കമൻറ്റ് ചെയ്താൽ ആ സാധനം ശരിയാണെന്ന് ബോധ്യപ്പെട്ട ഉടനെ ഞാൻ ശരിയാക്കി കൊടുക്കും. അത് ശരിയാക്കുമ്പോൾ എനിക്ക് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൈസ കൂട്ടാം, അങ്ങനെ ചിന്തിക്കാറില്ല. ഞാൻ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും സൗകര്യം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം അത് വന്ന് ഒരു കസ്റ്റമർ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് വിളിച്ചു, സാറേ നല്ല പ്രോഗ്രാം ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അത് ഭയങ്കര ഇഷ്ടം, അങ്ങനെ പറയും. അത് കേൾക്കാൻ നമുക്ക് സന്തോഷമാണ്. അല്ലാണ്ട് പൈസ കിട്ടി പെട്ടിയിലിടാൻ വേണ്ടിയിട്ട് നമുക്ക് പല മാർഗങ്ങളുണ്ടല്ലോ. അപ്പം അതല്ല, നമ്മളൊരു സർവീസ് ചെയ്യുമ്പോൾ സർവീസിൻ്റെ വഴി നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. ഈ ബിസിനസ് സബ്ജക്റ്റ് നമ്മൾ സ്കൂളിൽ തൊട്ടേ പഠിപ്പിക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതിന്റെ ഒരു കുറവ് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടെന്ന്? അത് വളരെ അത്യാവശ്യമാണ്. കാരണം പ്രോപ്പറായിട്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വൈറ്റ് കോളർ ജോലിയൊന്നും കൊടുക്കാൻ ഒരിക്കലും ഗവൺമെന്റിന് കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പലതരത്തിലേക്ക് പലർക്കും പല കഴിവുകളാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ പഠിച്ചു വരുന്ന നമ്മുടെ ക്ലാസ്സിൽ 50 പിള്ളേരുണ്ടെങ്കിൽ 50 കുട്ടികൾക്കും വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ്. ഇവരുടെ കഴിവുകൾ കണ്ടെത്താൻ ഏറ്റവും എളുപ്പമാർഗം അവിടുത്തെ അധ്യാപകരാണ്. സത്യത്തിൽ ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് പ്രസംഗിക്കാൻ ഭയങ്കര ഭയപ്പെട്ടിരുന്ന സമയമാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. പക്ഷേ എൻ്റെ ഹെഡ് മാസ്റ്റർ തരിയനച്ചൻ എന്ന് പറഞ്ഞ രാജൻ നെടുമ്പാശ്ശേരി മാർത്തനിച്ച ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പം തരിയനച്ചൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നസീർ പ്രസംഗ മത്സരത്തിന് പേര് കൊടുക്കാൻ പറയുന്നു. അപ്പം ഞാൻ ആകെ ഭയന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ പോലും പേടിയുള്ള ഒരാൾ പ്രസംഗ മത്സരത്തിന് 1500 കുട്ടികളുടെ മുമ്പിൽ പോയി പ്രസംഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ
അപ്പം ഫാദർ അത് പറഞ്ഞത് എന്താന്ന് അപ്പം എനിക്ക് മനസ്സിലായില്ല. ഫാദർ അത് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ആ മത്സരത്തിൽ പങ്കെടുത്തു. പ്രൈസൊന്നും കിട്ടിയില്ലെങ്കിൽ കൂടി പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ ഫാദർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷേ അവിടെ അത് സത്യത്തിലൊരു എൻ്റെ ഒരു നിർണായകമായ ഒരു വഴിത്തിരിവായി. എനിക്ക് പിന്നീട് പബ്ലിക് മീറ്റിങ്ങുകൾ ധൈര്യമായിട്ട് പ്രസംഗിക്കാൻ ഒരു എഫിഷ്യൻസി കിട്ടുന്ന അവിടെ നിന്നാണ്. കാരണം എന്നിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ വാസനയുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അറിഞ്ഞില്ല. അപ്പം അതാണ് ഈ വിദ്യാഭ്യാസ ഘട്ടത്തിൽ ഓരോ സ്റ്റുഡൻറ്റും, ഇപ്പോൾ ചിലർക്ക് നല്ല ചിത്രം വരക്കാനായിരിക്കും ആഗ്രഹം. അപ്പോൾ അവനെ ചിത്രം വരക്കാൻ പഠിപ്പിച്ച് അവനെ ചിത്രകലയിലൂടെ വലിയ ഇതിലേക്ക് കൊണ്ടുവരാൻ ഒരു കഴിയണം. അപ്പോൾ അത് അധ്യാപകർക്ക് മനസ്സിലാവും. അവന് ചിത്രം വരക്കാൻ കഴിയുന്നവൻ, അല്ലെങ്കിൽ ലേഖനങ്ങൾ എഴുതാൻ പറ്റുന്നവരാണോ, അല്ലെങ്കിൽ നല്ല പദ്യം എഴുതാൻ കഴിയുന്നവരാണോ, നോവൽ എഴുതാൻ കഴിയുന്നവരാണോ, പ്രസംഗിക്കാൻ, പാട്ട് പാടാൻ എന്ന് പറഞ്ഞ വ്യത്യസ്ത കലാരൂപങ്ങളിൽ മികവുറ്റ കുട്ടികളാണ് മുഴുവനും. അപ്പോൾ അവർക്കുള്ള ഒന്നും നമുക്കുണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പം അതേപോലെ തന്നെ അതിലൊരാൾ ബിസിനസ് സിസ്റ്റം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ അവരെ അതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക. അപ്പം ഈ ബിസിനസ്സുമായി എങ്ങനെയാണ് ബിസിനസ് കൊണ്ടുപോകേണ്ടത്, അത് സത്യസന്ധമായിട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ്, അതാണല്ലോ കൂടുതലും പഠിപ്പിക്കേണ്ട കാര്യം. കാരണം സത്യസന്ധമാണ്, ഗവൺമെൻറ് റൂൾസ് ഉണ്ടാവും, ആ റൂൾസ് വയലേറ്റ് ചെയ്യാതെ പോകണം. അപ്പോൾ അതിൻ്റെ നല്ല പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വയ്ക്കണം. അതിന് വിലയല്ല പ്രശ്നം. മാർക്കറ്റിൽ ഇന്നിപ്പോൾ മാർക്കറ്റിൽ വരുന്ന പല എഡിബിൾ പ്രൊഡക്റ്റുകളും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റാത്ത പ്രൊഡക്റ്റുകളാണ്. കാരണം അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വലിയൊരു വീഴ്ചയാണ്. കാരണം ഏതൊരു പ്രൊഡക്റ്റിനേക്കാളും ഏറ്റവും ഗൗരവം കൊടുക്കേണ്ടത് നമ്മൾ എഡിബിൾ പ്രൊഡക്റ്റിന് തന്നെയാണ്. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നു. നമ്മളിപ്പോൾ വില പേശിയിട്ടല്ലല്ലോ ഈ സാധനങ്ങൾ വാങ്ങുന്നു. നമ്മൾ 1 കിലോ മുളക് പൊടി വാങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ കൊടുത്ത് സാധനം വാങ്ങുന്നു. അവൻ ആ മുളക് പൊടിക്ക് അതിൽ 10-20 രൂപ കൂടുതൽ എടുത്തോട്ടെ. പക്ഷെ അത് നല്ല സാധനം കൊടുക്കുക എന്നുള്ളതാണ്. നല്ല സാധനമാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ട ചുമതല ഗവൺമെൻറ്റാണ്. മനസ്സിലായില്ലേ? പക്ഷെ അത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വിഷയം. പക്ഷെ എല്ലാവരും ലാഭം മാത്രം നോക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ലാഭം മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ലാഭമേ അവരുടെ ലക്ഷ്യത്തിലുള്ളൂ. ഇത് കഴിക്കുന്നവൻ നാളെ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ നാളെ ഈ രാജ്യത്തുണ്ടാകുന്ന അപകടം ഏത്, ഇത് നിരന്തരം കഴിച്ച് ക്യാൻസർ രോഗികളാവുന്ന പേഷ്യൻസിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു, ഇതിനെക്കുറിച്ച് അവർ ബോധേടേയില്ല. മനസ്സിലായില്ലേ? പക്ഷെ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ എഡിബിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വളരെ വിജിലൻ്റാണ്. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന അതേ പ്രൊഡക്റ്റ് സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ പോയി കഴിച്ചാലോ അവിടെ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ ഭയങ്കര വ്യത്യാസമുണ്ടോ? മനസ്സിലായി? അപ്പം അങ്ങനെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കർശനമായ നിലപാടുണ്ടാവും. റേറ്റ് അവന് ഇഷ്ടമുള്ള എടുത്തോട്ടെ. റേറ്റ് ഇപ്പം ഇന്ന് 10 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം അവൻ 15 രൂപ എടുത്തോട്ടെ. പക്ഷേ കൊടുക്കുന്നത് ആളുകൾക്ക് ഹാനികരമല്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഗവൺമെൻറ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു റോൾ മോഡൽ അല്ലെങ്കിൽ ഒരു വഴികാട്ടി ഉണ്ടാവുമല്ലോ. അപ്പൊ സാറിനെ സംബന്ധിച്ച് ഈ ബിസിനസ്സിൽ ആരായിരുന്നു സാറിന്റെ ഒരു റോൾ മോഡൽ? ബിസിനസ്സിൽ എൻ്റെ വഴികാട്ടി എൻ്റെ ഫാദർ തന്നെയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കര കർക്കശക്കാരനായിരുന്നു. കാരണം കൃത്യത വളരെ അത്യാവശ്യമാണ്. പുള്ളി എല്ലാ കാര്യങ്ങളിലും കൃത്യമായ രീതി വേണം. കാരണം ഇപ്പോൾ നമുക്കൊരു 5 രൂപ തന്നിട്ടൊരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ കൃത്യമായ കണക്ക് കൊടുക്കണം. ഇവിടുത്തെ ബസ്സിന് അങ്ങോട്ട് പോകുമ്പോൾ ഇത്ര പൈസ, അവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇത്ര പൈസ, അല്ലെങ്കിൽ ചായ കുടിച്ചാൽ വെള്ളം കുടിച്ച് കൃത്യമായിട്ട് ആ കണക്ക് കൂട്ടി ബാലൻസ് ഇട്ട് കൊടുക്കണം. മനസ്സിലല്ലേ? ഇന്നിപ്പോൾ ആരും ചെയ്യാറില്ല. കൊടുത്തു കഴിഞ്ഞ് ബാക്കി പൈസ അവിടെ കൊണ്ടുവന്ന് വെച്ച് അതിപ്പോൾ അവന് പോയ അത്രയൊന്നും ആരും ചോദിക്കാൻ പോലുമില്ല. പക്ഷെ അതല്ല, കൃത്യമായ രീതിയിൽ കണക്ക് അത് എത്ര തന്നു. ഇപ്പം എൻ്റെ കയ്യിലേക്ക് ഇപ്പോൾ 50 രൂപ തന്നു, അപ്പോൾ ഞാൻ ഇന്നെ ചിലവ് വന്നു, അതിൽ 40 രൂപ ചിലവായി, ബാലൻസ് 10 രൂപ, അങ്ങനെ കണക്ക് കൂട്ടി സ്ലിപ്പ് സഹിതം ബാലൻസ് കൊടുക്കണം. അപ്പം അങ്ങനെ അത്ര കൃത്യതയായിരുന്നു. പക്ക മാനേജ്മെന്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഫയലിംഗ് സിസ്റ്റം. ഓരോ കടലാസും എത്ര വർഷം കഴിഞ്ഞാലും അത് ഫാദറിൻ്റെ കയ്യിൽ ഫയലുണ്ടാവും. പലപ്പോഴും സർക്കാർ ഓഫീസുകളിലൊക്കെ ഈ പിന്നീട് ചെല്ലുമ്പോൾ ഈ സംഭവം അവിടെ ഉണ്ടാവില്ല. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറൊന്നും ഇല്ല അന്നത്തെ കാലത്ത്. അപ്പോൾ ഈ ഫയലുകൾ സൂക്ഷിക്കുന്ന കടലാസുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ പല ഓഫീസുകളിൽ സാധനം ഉണ്ടാവില്ല. അപ്പോൾ എന്നിട്ട് ഫാദറിനെ വിളിച്ചിട്ട് ആ ഫയലിൽ നിന്ന് എൻ്റെ കോപ്പി എടുപ്പിച്ചിട്ടാണ് അവിടെ സർക്കാർ ഓഫീസിൽ കൊടുക്കുന്നത്. അപ്പോൾ അത്രയും കൃത്യമായിട്ട് എല്ലാ ഫയലുകളും എല്ലാ തുണ്ട് കടലാസുകളും അടക്കം ഫയൽ ചെയ്യും. അപ്പോൾ അതൊക്കെ ശരിക്കും എനിക്ക്
പിന്നീട് എൻ്റെ ബിസിനസ് ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഗുണകരമായിരുന്നു. കാരണം ഞാൻ അതിൻ്റെ പ്രോപ്പറായിട്ട് എല്ലാം ഫയൽ ചെയ്തു പോകും, എല്ലാ കണക്കുകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കും. അപ്പോൾ ഓരോ ടാക്സ് ആണെങ്കിലും ഓരോ ഇപ്പോൾ GST ആണെങ്കിലും ഇൻകം ടാക്സ് എല്ലാം പ്രോപ്പർ ടൈമിങ്ങിന് ചെയ്യണം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഓഡിറ്റർ അത് കൊടുത്തു അല്ലെങ്കിൽ അക്കൗണ്ട്സിന് കൊടുത്തു, അത് ഞാൻ പ്രോപ്പർ ടൈമിൽ തന്നെ എനിക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. GST എന്ന് പറഞ്ഞാൽ മന്ത്ലി ആ ടൈമിങ്ങിൽ തന്നെ GST കിടക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു പോകാനുള്ള ഒരു താല്പര്യം എനിക്ക് കിട്ടിയത് ഫാദറിൽ നിന്നാണ്. അപ്പോൾ ബിസിനസ്സിൽ അതാണ്, പുള്ളിക്കും ബിസിനസ്സിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ താല്പര്യം അതാണ്. കാരണം പിന്നെ വർക്കേഴ്സിനോടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പണി എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പൈസ കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ഫാദർ. മനസ്സിലല്ല? അപ്പോൾ കടം വയ്ക്കുന്ന പരിപാടിയില്ല. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ പണി എടുത്ത് കഴിഞ്ഞപ്പോൾ അവന് അവിടുന്ന് ഇവിടം വരെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പണി നോക്കാനൊക്കെ പോകുന്ന സമയമാണെങ്കിൽ ആ പൈസ കൊണ്ട് അങ്ങോട്ട് പോയിട്ട് പണി നോക്കിയിട്ട് അവിടെ നിന്ന് തന്നെ അവനെ പൈസ കൊടുത്തു വിടും. പിന്നെ അവൻ ഇങ്ങോട്ട് പൈസ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകേണ്ട ഒരു ബുദ്ധിമുട്ട് കൂടി ഒഴിവാക്കും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. ഈ 10 മക്കളില് 10ാമത്തെ മകനാണ്. ബാക്കി എല്ലാവരും ബിസിനസ്സിലേക്കാണ്? അല്ലല്ല, ഞങ്ങൾ ആണുങ്ങൾ 3 പേരാണ്. 3 പേര്. ഒരാള് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആണ്, പിന്നീട് ഇപ്പോൾ കാപ്പയുടെ ജഡ്ജിയൊക്കെ ആയി ഹൈക്കോടതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും മൂത്ത ആള് ബിസിനസ് തന്നെ ആയിരുന്നു, ക്രഷറൊക്കെ ആയിരുന്നു. ഇപ്പൊ പുള്ളി പ്രായമായിട്ട് ബിസിനസ്സൊക്കെ നിർത്തി. പിന്നെ എല്ലാം 7 പേര് പെൺപിള്ളേരാണ്. ബിസിനസ്സിൽ തിളങ്ങിയത് ഇളയ മകനാണ്, അച്ഛന്റെ ബിസിനസ് പ്ലാൻ. അപ്പം ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ട് ലാഭത്തിന് വേണ്ടി സാറിന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ താങ്ക്സ്. Like, subscribe and press bell button. Stay tuned for more videos.